إن الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم لعلكم تشكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രപഞ്ചനാഥനും സർവനിയന്താവുമായ റഹ്മാനായ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിച്ചു വഹിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുവാനാണ്. ഒരു റമദാൻ കൂടെ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ വിശ്വാസികൾ അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. നോമ്പുകാരായിട്ടാണ് ഈ വെള്ളിയാഴ്ച
ഈ പള്ളിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ റമദാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഷഹ്റു റമദാനിന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ പറഞ്ഞു തന്ന ഉത്തരമാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. സൂറത്തുൽ ബഖറ 155-ാമത്തെ വചനം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. റമദാൻ മാസം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമാണ്. ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടു, സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്ന തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ എന്നുള്ളതാണ് ഖുർആൻ നൽകുന്ന ഉത്തരം. ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് മാർഗദർശനമായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി ജിബ്രീൽ മുഖേന 23 വർഷക്കാലം സമയമെടുത്ത് അള്ളാഹു ഇറക്കി നൽകിയ വിശുദ്ധ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് സംശയമില്ലാത്ത ഗ്രന്ഥമാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ല. ഹുദൻ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് സന്മാർഗ ദർശനമാണത്. കുറ്റങ്ങളില്ലാത്ത വേദഗ്രന്ഥമാണത്. ന്യൂനതകൾ, പോരായ്മകൾ അതിൽ കാണൂല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അല്ലാഹുവിൽ നിന്നല്ല അത് ഇറക്കപ്പെട്ടത് എന്നായിരുന്നെങ്കിൽ നിങ്ങൾക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. പക്ഷെ അത് ഇറക്കിയത് അള്ളാഹുവാണ്, അതുകൊണ്ട് അതിൽ ന്യൂനതകളില്ല എന്നുള്ളതാണ്. ഏറ്റവും ശരിയായതിലേക്ക് വഴി നടത്തുന്ന വേദഗ്രന്ഥമാണത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. സൂറത്തുൽ ഇസ്റാ 9-ാമത്തെ വചനം. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന സന്തോഷ വാർത്തയും അറിയിക്കുന്നു. ശത്രുവായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് കീഴടക്കിയ, അദ്ദേഹത്തെ വിശ്വാസിയാക്കിയ, അങ്ങനെയുള്ള ധാരാളം ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയ പരിശുദ്ധ വേദഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ശരിയായതിലേക്ക് ഖുർആൻ നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളത്. നമ്മുടെ ഹൃദയങ്ങളോടാണ് പരിശുദ്ധ ഖുർആൻ സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സമാനതകളില്ലാത്ത, തുല്യതയില്ലാത്ത വേദഗ്രന്ഥമാണ് എന്നാണ്. ഫഇൻ കുൻതും ഫീ റൈബിൻ, ഇനിയും ആ വിഷയത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. മിമ്മ നസ്സൽനാ അലാ അബ്ദിനാ, തന്റെ ദാസന് നാം അവതരിപ്പിച്ചതിൽ ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിത്ലി, അതുപോലെ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ടോ വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്ത മറ്റുള്ള ആരെയും നിങ്ങൾ സഹായികളായി നിങ്ങൾക്ക് വിളിക്കാം. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. സൂറത്തുൽ ബഖറ 23-ാമത്തെ വചനം. ആ ഖുർആനിൽ ഒഴിവാക്കാനായിട്ടൊന്നുമില്ല എന്നാണ്, കളങ്കങ്ങളില്ല. ലാ യഅതീഹിൽ ബാത്തിൽ മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്.
അതിന്റെ മുമ്പിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല. യുക്തിമാനും സ്തുത്യർഹനുമായിട്ടുള്ളവരിൽ നിന്ന് ഇറക്കപ്പെട്ടതാണത്. പരിശുദ്ധ ഖുർആൻ അത് പ്രകാശത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഈ വേദഗ്രന്ഥം മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിനക്ക് അവതരിപ്പിച്ചതാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പലയിടങ്ങളിലായി നമുക്ക് പറഞ്ഞു തന്നതാണ്. അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് മനുഷ്യരാശിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്താനുള്ളതാണ്. സത്യവും അസത്യവും വേർതിരിച്ചത് ഫുർഖാൻ എന്ന് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചതാണ്. അങ്ങനെ ധാരാളം വിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആനെ പറ്റിയിട്ട് ഇങ്ങനെ പടച്ച തമ്പുരാൻ പറഞ്ഞു തരിക. അതുണ്ടാക്കിയ മാറ്റം ജാഹിലിയത്തും ഇസ്ലാമും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഖുർആൻ ഒരു പോറലുമില്ലാതെ ഒരു തിരുത്തലുമില്ലാതെ നമ്മുടെ കയ്യിലും അള്ളാഹു എത്തിച്ചു നൽകി എന്നുള്ളതാണ്. എന്നിട്ട് ആ ഖുർആനിന് വിശ്വാസികളായ നമ്മൾ നൽകുന്ന പരിഗണനയും സ്ഥാനവും എന്താണ്, എത്രത്തോളമാണ്? ഖുർആൻ ചോദിക്കണം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നുണ്ടോ, അതോ നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ താഴിട്ട് കൂട്ടിവെച്ചിരിക്കുകയാണോ? സൂറത്തു മുഹമ്മദ് 24-ാമത്തെ വചനം. ഖുർആനിൽ പല സ്ഥലങ്ങളിൽ ചില ആയത്തുകളുടെ അവസാനത്തിൽ അഫലാ തഅഖിലൂൻ, അഫലാ യതദബ്ബറൂൻ, അഫലാ യതഫക്കറൂൻ തുടങ്ങിയ ചില പ്രയോഗങ്ങൾ കാണാം. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഉറ്റാലോചിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. സത്യത്തിൽ അവിടെ പോലും ഖുർആൻ ഇങ്ങനെ ഓതി 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 അക്ഷരങ്ങൾ കവച്ചു വെക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ആശയതലത്തിലേക്കും അർത്ഥ പഠനത്തിലേക്കും ഒക്കെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിൽ എത്രത്തോളം നമ്മൾ മുൻപിലെത്തിയിട്ടുണ്ട് എന്നുള്ള ചിന്തയാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ ആദ്യമായി നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ ചെയ്യുന്ന പാരായണത്തിന് നമുക്ക് പ്രതിഫലമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഒരാൾ ഖുർആനിൽ ഒരു അക്ഷരം ഓതിയാൽ അവന് പ്രതിഫലമുണ്ട്. എന്നിട്ട് പ്രവാചകൻ ഉദാഹരണം പറയാണ്, ഇന്നി ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫുൻ, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഒരു അക്ഷരമായിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് അതിൽ ഓരോന്നും അലിഫും ലാമും മീമും അക്ഷരമാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആ ഓരോ അക്ഷരത്തിനും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഒരക്ഷരത്തിന് മിനിമം 10 പ്രതിഫലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു സൂറത്തുൽ ഫാത്തിഹ ഈ പള്ളിയിൽ നിന്ന് പാരായണം ചെയ്ത് പുറത്തിറങ്ങുമ്പോ നമ്മുടെ കയ്യിൽ ഒരാൾ ഒരു 5000 രൂപ നൽകുന്നത് എത്രത്തോളം സന്തോഷമായിരിക്കും. എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾക്കൊരു ഫാത്തിഹ ഓതിയില്ലേ, അതിനുള്ള സമ്മാനമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഫാത്തിഹ ഓതിയാൽ മാത്രമാണ് എനിക്ക് പ്രതിഫലം കിട്ടുക? അല്ല, നിങ്ങൾ എത്ര ഓതിയാലും അതിനൊക്കെ ഒരക്ഷരത്തിന് 10 എന്ന തോതിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് അത് പൈസയാക്കി തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഞാനും നിങ്ങളും ചിലപ്പോൾ ഈ പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കൂല. നമ്മുടെ കുടുംബാംഗങ്ങളെയും കുടുംബിനികളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഇവിടെ കൊണ്ടുവരും. അവർക്കൊക്കെ ഈ ഓഫർ കിട്ടും എന്ന് പറഞ്ഞാൽ ഇല്ലേ, പിന്നെ ഒരു കൂട്ടപ്പാരായണം നമുക്ക് ഇങ്ങനെ കേൾക്കാം. എത്ര സമയത്തേക്ക് അതും അറിയൂല. എത്ര നേരം ഓതിയാലും നിങ്ങൾക്ക് പൈസ നൽകാം എന്നാണ് ആ വലിയ ഓഫർ എന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ഒഴിവാക്കുകയാണ്, എനിക്ക് സമയം കണ്ടെത്തുകയാണ്. പിന്നെ എനിക്ക് ഓട്ടോറിക്ഷ ഞാൻ അവിടെ പാർക്ക് ചെയ്യും, എന്റെ കടക്ക് ചിലപ്പോൾ ഞാൻ ഷട്ടർ ഇടും, ഞാൻ പോകുന്ന ജോലിയിൽ ഞാൻ മുതലാളിയോട് ലീവ് അറിയിക്കും, ഈ പള്ളിയിൽ ഇരുന്ന് അങ്ങനെ പാരായണം ചെയ്യും. പ്രിയപ്പെട്ടവരെ,
സത്യത്തിൽ ഇതന്നല്ലേ അള്ളാഹു നമുക്ക് നൽകാം എന്ന് പറഞ്ഞ ഓഫർ. പക്ഷെ അതിനെ ഗൗരവത്തിൽ കാണാതെ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ കണ്ടുകൊണ്ട് ഒരു മെസ്സേജ് അല്ലെ, ബാങ്കിന്റെ നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു മെസ്സേജ് ക്രെഡിറ്റഡ് ഇത്ര എമൗണ്ട് എന്നുള്ളതിന്റെ ഒരു മെസ്സേജ് കാണാത്തിടത്തോളം കാലം നമ്മൾ ഇപ്പോഴും ഗൗരവം കൊടുക്കാതെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്, അവഗണിക്കുകയാണ് ഖുർആനിനെ. ഇനി ഓതുന്നവരോ, അതിനെ പരിഗണിക്കുന്നവർ കേവലം അക്ഷരവായനയിൽ ഇപ്പോഴും നിൽക്കാൻ, അതിന് വില കുറച്ച് കാണല്ല, അതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോഴും അക്ഷരവായനയിൽ മാത്രമല്ലേ, ആശയ വായനയിലേക്ക് ഇപ്പോഴും എത്താത്തത് എന്താണ്? ഒരു കാലത്ത് ഈ കേരളത്തിൽ പോലും വലിയ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെട്ടിരുന്നവർ ഖുർആനിന്റെ ആശയ പഠനത്തെ എതിർത്തിരുന്നു എന്നാണ്. പക്ഷെ അവരോടൊക്കെ സമരം ചെയ്തു, അവരോടൊക്കെ വാഗ്വാദത്തിലും തർക്കത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഖുർആനിന്റെ ആശയ പ്രചാരണത്തിന് പരിഗണനയും പ്രാധാന്യവും പബ്ലിസിറ്റിയും നൽകിയവരാണ് നമ്മൾ. നമ്മുടെയൊക്കെ വീടുകളിൽ അതിന്റെ അർത്ഥം പഠിക്കാനുള്ള അവസരങ്ങൾ തഫ്സീറുകളായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു കത്തയക്കുന്നു, ഭാഷ നമുക്കറിയൂല, അതറിയുന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകൂലേ, നമ്മൾ അതിലെന്താണ് പറയുന്നതെന്ന് ചോദിക്കൂലേ? ഹിന്ദിയിലാണ് കത്തെങ്കിൽ ഹിന്ദി അറിയുന്ന എന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി എടാ എന്താണ് ഈ പറയുന്നതെന്ന് ഞാൻ ചോദിക്കൂലേ? ആ കത്തിന് കൊടുക്കുന്ന പരിഗണന പോലും ഇന്നും പല ആളുകൾ ഖുർആനിന് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര സങ്കടകരമാണ്. നമ്മുടെ നന്മക്കും നമ്മുടെ രക്ഷക്കും നമ്മുടെ വിജയത്തിനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുർആനിനെ നമ്മളിലേക്ക് അയച്ചിട്ട് ഇന്നും അതിന്റെ ആശയം മുഴുവനായൊന്ന് ഗ്രഹിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ള പരാതി അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് എത്രത്തോളം സങ്കടകരമാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പൊ ഖുർആനിന്റെ പഠനത്തിന് വലിയ അവസരം റമദാനിലൂടെ നമുക്ക് കിട്ടുമ്പോ അത് അവസരമായി തന്നെ കണ്ടുകൊണ്ട് അതിന്റെ പഠനത്തിലേക്ക് ഊളിയിട്ടിറങ്ങാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നമുക്ക് കഴിയണം. ആ പ്രതിഫലം അക്ഷരവായനക്കപ്പുറത്ത് വായനയിലൂടെയും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ആരാണ് ഉത്തമൻ നമ്മുടെ കൂടെ അല്ലെ, നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആരാണ് നിങ്ങളിൽ ഉത്തമർ എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അത് ഏറ്റവും നല്ല ശമ്പളം വാങ്ങുന്നവനൊന്നും അല്ല, അത് ഏറ്റവും വലിയ വീട്ടിൽ രാപ്പാർക്കുന്നവനും അല്ല, ഏറ്റവും നല്ല ഇഫ്താറുകൾ കെങ്കേമമായി കഴിച്ച് നല്ല ഭക്ഷണങ്ങൾ നല്ല സെലക്ഷനുകൾ വീട്ടു കൊണ്ടുപോകുന്നവരും അല്ല, നല്ല വാഹനം നല്ല മൊബൈൽ ഫോൺ നല്ല വസ്ത്രം അല്ല, അവരൊന്നുമല്ല. പ്രവാചകൻ പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നാണ്. നിങ്ങളിൽ ആരാണ് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്? രണ്ടാളും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമരാണ് എന്നാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ അടുത്ത് ഉത്തമരാണ്. ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരും അള്ളാഹുവിന്റെ അടുത്ത് ഉത്തമരാണ്. വലിയ സ്ഥാനമുള്ളവർ, നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ ഒരു സ്ഥാനവും ഇല്ലാത്തവർ അള്ളാഹുവിന്റെ അടുത്ത് വലിയ പരിഗണനയും സ്ഥാനവുമുള്ള ആളുകളാണ് അവർ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിലെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ ആശയതലത്തിലേക്ക് ഓടിയിട്ടിറങ്ങാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്തെ പല ആളുകളെയും മാറ്റിമറിച്ച വേദഗ്രന്ഥമാണത്. വലിയ വലിയ ശാസ്ത്രകാരന്മാർ, വലിയ പണ്ഡിതന്മാർ, വലിയ എഴുത്തുകാർ, വലിയ ഭരണാധികാരികൾ, വലിയ മുതലാളിമാർ, ഇവരെയൊക്കെ ഹൃദയത്തിലേക്ക് ഖുർആൻ പ്രവേശിച്ചപ്പോൾ അത് അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഖുർആനിലേക്ക് അടുത്തു, ഇസ്ലാമിലേക്ക് അടുത്തു എന്നുള്ളതാണ്. ഇന്നും ഇതറിയാത്തവരുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടലിൽ ഇപ്പോഴും വലിയ മാറ്റങ്ങൾ വരാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നെന്താണ്? ഖുർആൻ ഇപ്പോഴും നമ്മുടെ കണ്ണുകളിലാണ്, ഖുർആൻ ഇപ്പോഴും നമ്മുടെ കാതുകളിലാണ്. അതിൽ നിന്ന് മാറി കണ്ണിൽ നിന്നും കാതിൽ നിന്നും ഖൽബിലേക്ക് ഇറങ്ങാൻ സമയമെടുക്കുകയാണ്, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടില്ല. ഖൽബിലേക്ക് ഖുർആൻ എത്തിയാൽ മാറ്റങ്ങൾ സുനിശ്ചിതമാണ്, മാറ്റങ്ങൾ സുനിശ്ചിതമാണ്. അതാണ് ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു വെച്ചത്. ഖുർആൻ അത് കേട്ട് ആളുകൾ അത് സ്വീകരിക്കാൻ തുടങ്ങിയപ്പോ അസ്വസ്ഥരായ ഒരു കാലത്തെ ചെറുപ്പക്കാരും അവർക്ക് നേതൃത്വം കൊടുത്ത ഖുറൈശി പ്രമുഖരും അവരിങ്ങനെ ആലോചിക്കാണ് എങ്ങനെയാണ് ഇതിനെ തടയിടാൻ കഴിയുക. അങ്ങനെ അവർ മുഹമ്മദിനെ വകവരുത്താൻ ഒരുങ്ങുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നു. ഊരി പിടിച്ച വാളുമായി ഖുർആനെ ഇല്ലാതാക്കാൻ, മുഹമ്മദ് നബിയെ ഇല്ലാതാക്കാൻ ഇറങ്ങിയപ്പോ വഴിയിൽ നിന്ന് സ്വന്തം പെങ്ങള്
ആ ഇസ്ലാമിന്റെ വഴിയിലേക്ക് എത്തിയതായി അറിയുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തി സൂറത്തു ത്വാഹ ഇങ്ങനെ കേൾക്കുമ്പോ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സ്, പാറ പോലെയുള്ള ആ മനസ്സ്, വികൃതമായിരുന്ന മനസ്സ് മഞ്ഞുപോലെ ഉരുകുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ കാണുന്നത്. ആ ഖുർആനെ പഠിക്കുന്നു, ഇസ്ലാമിനെ പുണരുന്നു, പ്രവാചകന്റെ അടുത്ത് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. കൊല്ലാൻ ഇറങ്ങിയ ഉമർ കലിമ ചൊല്ലുന്ന ചരിത്രമാണ് നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമുക്കും മാറ്റം സുനിശ്ചിതമല്ലേ? കാടൻ അറബികളുടെ പരുക്കൻ സ്വഭാവത്തെ മാറ്റിമറിച്ച ഈ ഗ്രന്ഥത്തെ നമ്മുടെ ചെറിയ ചെറിയ ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ലേ? സാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിലെ ഒരു ഉദാഹരണം നോക്കാം. നോക്കൂ നിങ്ങൾ, മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹം, മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന സമൂഹം അവരെത്രത്തോളമാണ് മാറിയത്? നമ്മൾ ധാരാളം കേട്ട ചരിത്രമാണ് അല്ലെ? മദ്യവീപ്പകൾ തച്ചുടച്ച് തകർത്ത് കളഞ്ഞ് അതെങ്ങനെ ഒഴുകിപ്പോയ സ്ഥലത്ത് പിൽക്കാലത്ത് വളർന്നു പൊങ്ങിയ ഒരു ചെടി, ആ ചെടിയിൽ നിന്നൊരു ഇല തന്റെ ആടുമാട് കഴിച്ചതിന്റെ കാരണത്താൽ അവർക്ക് സംശയം വരികയാണ്. പ്രവാചകരെ, എന്റെ ആട് അന്ന് മദ്യം ഒഴുകിയ സ്ഥലത്തു മുളച്ചു പൊന്തിയ ഒരു ചെടിയിൽ നിന്ന് ഒരു ഇല ഭക്ഷിച്ചിട്ടുണ്ട്. ആ ഇല കഴിച്ചതു കാരണം ഈ ആടിന്റെ മാംസവും അതിന്റെ പാലും എനിക്കിനി ഹലാലാണോ അതല്ല ഹറാമാണോ? നിങ്ങൾ നോക്കിയേ, മദ്യമില്ലാതെ ഒരു സമയം പോലും ജീവിക്കാൻ കഴിയാതിരുന്നവർ എത്രത്തോളം മാറി എന്ന്. അവർ ഹലാലിനെ എത്രത്തോളം ശ്രദ്ധിച്ചു, ഹറാമിനെ എത്രത്തോളം പേടിച്ചു എന്നുള്ളത് ഈ ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ആ ഇല കടിച്ചതു കാരണം എന്റെ ആട് എനിക്കിനി ഹലാലാണോ ഹറാമാണോ എന്ന് പറയാനും ചോദിക്കാനും മാത്രം അവർ വളർന്നില്ലേ? അവർ ആലോചിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമുക്ക് മാറ്റം സാധ്യമാകാത്തത്? നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നില്ല. എന്റെ സ്വഭാവത്തിലുള്ള പോരായ്മകൾ, കുറവുകൾ എന്താണ്? എന്റെ വൈകൃതങ്ങൾ എന്താണ്? ആ വൈകൃതങ്ങളെ തിരുത്തി എന്റെ ഇസ്ലാമിന്റെ സുന്ദരമായ പച്ചയായ ആശയ ആദർശ തനിമയിലേക്ക് നടന്നും വളർന്നും കയറാൻ എനിക്കിന്നും എന്റെ മുമ്പിലുള്ള തടസ്സം എന്താണ്? ഞാൻ ഖുർആനിലേക്ക് അടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അത് ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ അവസരമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഈ റമദാൻ നമ്മുടെയും മാറ്റത്തിനുള്ള വലിയ അവസരമാകണം. ഖുർആനിൽ ചോദ്യം ചോദിച്ചത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, എന്താണ് നമുക്ക് മാറ്റമില്ലാത്തത്? എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയാത്തത്? നമ്മുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഖുർആൻ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് തുറക്കേണ്ട സമയമായിട്ടുണ്ട്. തുറന്നുകൊണ്ട് ഖുർആനിന്റെ ആശയങ്ങളെ പകർന്നും നുകർന്നും നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിന് ഈ പരിശുദ്ധ റമദാൻ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിയുള്ള വിശ്വാസികളായി തീരുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചക പത്നി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ചായിരുന്നു. എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം? ഒറ്റ വാക്കിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഇങ്ങനെയാണ്: അഖ്ബിർനി ബിഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലത്, അവർ പറഞ്ഞ എന്താ അറിയോ? കാന ഖുലുഖുഹു അൽ ഖുർആൻ. കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. ഒറ്റ വാക്കിലെ ലളിതമായ ഉത്തരം, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മൾ ഈ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ചില ആളുകൾ കാണുമ്പോൾ ചോദിക്കാറില്ല, നീ യൂസുഫിന്റെ മോനാണ്, നീ മുഹമ്മദ് അക്കാന്റെ മോളാണ് അല്ലെ? അങ്ങനെ ചോദിക്കും. അപ്പൊ കാരണം എന്താണ്? കാരണം നമ്മൾ എങ്ങനെ മനസ്സിലായി അവർ ചോദിക്കുമ്പോൾ പറയും, എന്റെ വാപ്പാന്റെ അതേ കണ്ണാണ്, എന്റെ ഉമ്മാന്റെ അതേ മൂക്കാണ് അല്ലെ, എന്റെ ഉപ്പാന്റെ അതേ മുഖച്ഛായയാണ് നിനക്ക്. ഒരാളെ കണ്ടുകൊണ്ട് ഒരാളെ സ്വഭാവത്തെ, ഒരാളുടെ ജീവിതത്തെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഖുർആനിന്റെ ചേലുള്ള ആളുകൾ. വാപ്പാന്റെ ചേല് മാത്രമല്ല, ഖുർആനിന്റെ ചേലുള്ള ആളുകൾ ഇങ്ങനെ നടന്നു പോകണം, പാണ്ടിക്കാട് നടന്നു പോകണം. അപ്പുറത്ത് നമ്മുടെയൊക്കെ വീട് നിലനിൽക്കുന്ന പഞ്ചായത്തുകളിലും സ്ഥലങ്ങളിലും ഖുർആനിന്റെ ചേലും സ്വഭാവവും തനിമയുമുള്ള കാന ഖുലുഖുഹു അൽ ഖുർആൻ.
ഖുർആനിന്റെ സ്വഭാവമുള്ള ആളുകൾ വളർന്നു വരണം, ജീവനോടെ ഉണ്ടാകണം, അവര് ജീവിക്കണം. അപ്പോഴാണ് കുടുംബത്തിലും വീട്ടിലും അയൽപക്കത്തൊക്കെ മാറ്റം ഉണ്ടാവുക. ഇല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും അതിങ്ങനെ അല്ലെ ഹറാമുകൾ വളർന്നുകൊണ്ടേയിരിക്കും, അത് പടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വഭാവം ഖുർആനാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഏക പരിഹാരം. പ്രിയപ്പെട്ടവരെ, മാറ്റമുണ്ടാകണം. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പരലോകത്ത് അല്ലെ ശഫാഅത്ത് നടത്തും എന്നിങ്ങനെ പറയുന്ന ആളുകളാണ്. എന്നാൽ പ്രവാചകൻ നമുക്ക് എതിരാകുന്ന, നാളെ പരലോകത്ത് പ്രവാചകൻ നമുക്ക് എതിരെ വരുന്ന ഒരു സന്ദർഭമുണ്ട്. നമുക്ക് എത്ര പേർക്കറിയാം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെതിരെ പരാതി പറയുന്ന ഒരു സന്ദർഭം. അത് ഏത് വിഷയത്തിലറിയോ? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ വഖാല റസൂൽ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവോട് പരാതി പറയണ റസൂലേ, അല്ലാഹുവേ എന്റെ ഉമ്മത്ത് ഈ ഖുർആനിനെ അവഗണിച്ചു തള്ളി. റബ്ബേ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അവഗണിച്ച് തള്ളിയിരിക്കുന്നു റബ്ബേ. സൂറത്തുൽ ഫുർഖാൻ 30-ാമത്തെ ആയത്ത്. ആലോചിച്ചോക്കെ, ഖുർആനെ കൃത്യമായി പരിഗണിക്കാത്ത, ഖുർആനെ അനുസരിക്കാത്ത ആളുകൾക്കെതിരെ നാളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി പറയും, എതിര് നിൽക്കും എന്നുള്ളതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ വിപ്ലവം സൃഷ്ടിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഖുർആനിന്റെ ഒരു വാക്ക്, നമ്മൾ എത്രയോ ആയത്ത് കണ്ട് നമുക്ക് മാറ്റില്ല, പക്ഷെ അലഖ് എന്നൊക്കെ ഉള്ള ഒരു പദം, അതുപോലെ തന്നെ കുറെ ഒരു ഡെർമാറ്റോളജിസ്റ്റ് ഖുർആൻ ഈ തൊലി ഇങ്ങനെ മാറി മാറി നിൽക്കും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറ. നരകത്തിലെത്തപ്പെട്ട ആളുകളുടെ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുമ്പോൾ പറയണേ, തൊലിയാണ് പടച്ചോനെ മാറ്റി തരിക. അപ്പോ അദ്ദേഹം ഇങ്ങനെ പഠിച്ചിട്ട് പറയണേ, ഇത് അന്ന് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ശക്തിക്കല്ലാതെ പറയാൻ കഴിയൂല, ദൈവത്തിനല്ലാതെ പറയാൻ കഴിയും. കാരണം ശാസ്ത്രം തീരെ ഡെവലപ്ഡ് ആകാത്തൊരു കാലത്ത്, 1500 വർഷം മുമ്പ്, സ്കിന്നിലാണ് പെയിൻ അല്ലെ, വേദന അനുഭവിക്കുന്നത് അത് തൊലിയിലാണ്. ആ തൊലിയിലാണ് ഏറ്റവും അധികം വേദനയുള്ളത്. അതുകൊണ്ട് പടച്ചോൻ നരകത്തിൽ തൊലി മാത്രം ഇങ്ങനെ മാറ്റിത്തരും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതകരമാണ്. ആ ഒരു വാക്കും ഒരായത്തും ഒക്കെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക്, നന്നായി പഠിച്ച ശാസ്ത്രജ്ഞരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, എത്രയോ സാഹിത്യകാരന്മാർ. പക്ഷെ എന്തുകൊണ്ടാണ് അവരതിനെപ്പറ്റി ആലോചിക്കുന്നു എന്നത്? ധാരാളം ഉദാഹരണങ്ങളുണ്ട്, വിശദീകരിക്കുന്നില്ല. അവരതിനെക്കുറിച്ച് പഠിക്കുന്നു, ആലോചിക്കുന്നു. നമ്മളെപ്പോഴും ഇത് കേവലം പാരായണ ഗ്രന്ഥമായിട്ട് നിർത്തുന്നു. സൂറത്തു യാസീനും ആയത്തുൽ കുർസിയും ഒക്കെ സ്റ്റിക്കറുകളായിട്ടാണ് ഇപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത്. ഇപ്പോഴും അതിന്റെ അർത്ഥമോ എന്താണ് പറയുന്നത് നമുക്കറിയില്ലല്ലോ. വാൾപേപ്പർ, റമദാൻ വന്നപ്പോ വാൾപേപ്പർ ആയിട്ട് വന്നു ഖുർആന്റെ ആയത്തുകൾ. വാഹനങ്ങളിൽ ഒരു ട്രെൻഡ് ആയിട്ട് വന്നു അല്ലെ, ഖുർആന്റെ ആയത്തുകൾ ബാക്കിൽ സ്റ്റിക്കർ ആയിട്ട് ഒട്ടിക്കല്ല, ഇൻ ശകർതും ലഅസീദന്നകും എന്നൊക്കെ. തവക്കൽതു അലല്ലാഹ്, സ്പ്രിംഗും ആടി കളിക്കുന്നുണ്ട്, പക്ഷെ വിശ്വാസത്തിലേക്ക് വരുന്നില്ല. ഇങ്ങനെ എവിടൊക്കെ പതിപ്പിക്കാൻ പറ്റുമോ അവിടൊക്കെ നമ്മൾ പതിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ ആശയ പഠനത്തിലേക്കും ഖുർആൻ എത്രത്തോളം കടന്നു വരുന്നു. ഈ കാണിച്ചതൊക്കെ നമ്മുടെ സ്നേഹമാണ്. വീടിന്റെ സിറ്റ് ഔട്ടിൽ, നമ്മുടെ റൂമിൽ, കാണുന്ന സ്ഥലത്ത് ആയത്തുൽ കുർസിയും യാസീനും ഒക്കെ കണ്ട് നമ്മൾ ഖുർആനോടുള്ള സ്നേഹമാണ്, നമ്മൾ ഓതുന്നത് ഖുർആനോടുള്ള ഇഷ്ടമാണ്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നാ പോരാ. അവിടെ നിന്നാൽ നമ്മൾ അങ്ങനെ നിൽക്കും. സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവില്ല, വസ്ത്രധാരണത്തിൽ മാറ്റം ഉണ്ടാവില്ല, പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവില്ല, നമ്മുടെ സംസാരത്തിന് പോലും മാറ്റം ഉണ്ടാവില്ല. അത് മാറണം. കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ, സ്വഭാവം ഖുർആനിന്റേതുപോലെ ജീവിച്ച് ഒരു മാതൃക കാണിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഖുർആനിന്റെ ആശയ പഠനത്തിലേക്ക് എത്തിയേ മതിയാവും എന്നാണ്. ആ രൂപത്തിലേക്ക് നമ്മൾ മാറണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഖൽബുകളിൽ ഉണ്ടാകണം ഖുർആൻ. അവിടെ മദ്യക്കോപ്പകളിൽ നിന്നും മദ്യചഷകങ്ങളിൽ നിന്നും അവരെ അത് തച്ചു തകർക്കാൻ കാരണം ഖുർആൻ കേട്ടത് കൊണ്ടാണ്. റബ്ബിനെ എതിർത്തവർ സുജൂദിൽ കടന്ന് പ്രാർത്ഥനാ നിർഭയരായി ജീവനുള്ള ആരാധനകൾ ചെയ്തു തീർക്കാൻ കാരണം അവർ ഖുർആൻ കേട്ടത് കൊണ്ടാണ്. ആദരവും ആരാധനയും വേർതിരിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞത് അവർ ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്. ഗാഢൻ സംസ്കാരത്തെ വിട്ട് ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശ തനിമയിലേക്ക് അവരെത്താൻ കാരണം ഖുർആനിലൂടെയാണ്. കുത്തുവാക്കുകളും പരിഹാസവും പൊങ്ങച്ച പ്രകടനങ്ങളും മദ്യവും വ്യഭിചാരവും യുദ്ധവും എല്ലാം അവർ ഒഴിവാക്കിയത് ഖുർആൻ കൊണ്ടാണ്.
പലിശയും സാമ്പത്തിക ക്രമക്കേടുകളും അവർ നിർത്തിയത് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയിട്ടാണ്. ജാഹിലിയത്തിനെ വെടിഞ്ഞ് ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്നത് പരിശുദ്ധ ഖുർആൻ ഓതിക്കേട്ടത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും ഇതേ മാറ്റം സാധ്യമാണ്. അതിന് ആശയ പഠനത്തിലേക്ക് നമ്മൾ എത്തുകയും ആ ആശയത്തെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ സമയം എപ്പോഴോ അതിക്രമിച്ചിട്ടുണ്ട്. ഈ റമദാൻ അള്ളാഹു അതിന് നമുക്ക് നൽകിയ ഒരു അവസരമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, സമയത്തെ കൃത്യമായി ക്രമപ്പെടുത്തി നമ്മളും ആ ഖുർആനിന്റെ ആശയ പഠനത്തിലേക്ക് എത്തിയേ തീരൂ. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഥ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് പരിഹരിച്ച് മാപ്പാക്കി നൽകണേ തമ്പുരാൻ. പടച്ചോനെ, നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരെ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തണമേ തമ്പുരാൻ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിലാണ് ഞങ്ങൾ. ഈ റമദാനിന്റെ എല്ലാ ഗുണങ്ങളും ഒരുപാട് നന്മകളും അത് സ്വീകരിക്കാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രത്യേകമായി സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന നോമ്പുകാരിൽ നിന്റെ വിശിഷ്ടരായ അതിഥികളിൽ ഒരു സ്ഥാനം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിക്കണമേ, അതിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാൻ. അല്ലാഹുവേ, പാപങ്ങളാണ് ഞങ്ങൾ, ഞങ്ങൾക്ക് നീ ശക്തി പകരണമേ. പാപികളാണ് ഞങ്ങൾ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ചെറുതും വലുതുമായ സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് പരിഹരിച്ച് മാപ്പ് നൽകണമേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന സ്വതക്ക ദാനധർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പാലിയേറ്റീവിന് വേണ്ടിയുള്ള കലക്ഷൻ ആയിരിക്കും. എല്ലാവരും അതുമായി സഹകരിക്കുകയും കാര്യമായി സഹകരിക്കുകയും അതിനുവേണ്ടി തയ്യാറായി വരികയും ചെയ്യണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയുടെ കലക്ഷൻ ഓരോ വെള്ളിയാഴ്ചയും അത് നമ്മോട് ഉണർത്തുന്നുണ്ട്. ഞാനത് എപ്പോഴും ആവർത്തിക്കാറില്ല എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, റമദാനാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇരട്ടിയായി പുണ്യം ലഭിക്കുന്ന മാസമാണ്. ഒരു അവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ പള്ളിയുമായി നിങ്ങൾ കാര്യമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സ്വതന്ത്ര ദാനധർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين وبرحمتك يا أرحم الراحمين والحمد لله رب العالمين.